സിയാദൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിരുന്നു. കല്യാണം കഴിക്കാൻ വന്നതാ. ഉപ്പയും ഉമ്മയും ഒരു കുട്ടീനെ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത മാസം കല്യാണം ഉണ്ടാവും. ഞാൻ പലതവണ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. വളരെ ഡീപ്പായിട്ടുള്ളൊരു പ്രണയമായിരുന്നില്ല നമ്മുടെ സിയാദക്കാടേത്. പിന്നെ അവർക്കിടയിൽ എന്ത് സംഭവിച്ചത്? അതൊരു വലിയ കഥയാണ്. സിയാദ്, കഴിഞ്ഞതൊക്കെ മറന്ന് വീണ്ടും ആ പ്രണയലോകത്ത് വന്നൂടെ? വീണ്ടും ആ പ്രണയം, അത് അഭിനയിക്കാൻ കഴിയാത്ത വേഷമാണ്. ആ മനസ്സിൽ നിന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നില്ലേ? ജീവിച്ചിരിക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിലെ പ്രണയ സ്മാരകമായി. പക്ഷേ എൻ്റെ നേത്രങ്ങൾ പോലും ആ സ്മാരകത്തെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനെല്ലാം മറന്നതാ, നാലാൾ കാണേ കരഞ്ഞതാ, നീ അന്നെന്നീ പിരിഞ്ഞതാ, വീണ്ടും എന്തിന് തുണിഞ്ഞതാ. ഇനി നിന്നരികിൽ ഞാനൊരു നാളും വെറുതെ പോലും വരികില്ല. ഇനി നിന്നിഴലായി ഞാൻ വന്നൊരു നാളുകൾ ഓർമ്മയിൽ വന്നാൽ താങ്ങില്ല. ഇനി നിൻമുഖം ഇനിയൊരു നാളും എനിക്ക് കാണാൻ കൊതിയില്ല. ഇനി എന്നുടെ മനസ്സിൽ നീയല്ലാതൊരു വേറൊരു മുഖമില്ല. ഞാനെന്നെല്ലാം മറന്നതാ, നാലാൾ കാണേ കരഞ്ഞതാ, നീ അന്നെന്നീ പിരിഞ്ഞതാ, വീണ്ടും എന്തിന് തുനിഞ്ഞതാ. സിയാദ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. പക്ഷേ എങ്ങനെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും? നിനക്കൊരു ജോലിയില്ലല്ലോ. ജോലിയൊക്കെ പിന്നീടും കിട്ടുമല്ലോ. പ്രണയം ചെയ്തു, രണ്ടും രണ്ടല്ലേ? ആ കൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല. രണ്ടും ഒന്നു തന്നെയാണ്. മനസ്സു വായിച്ച മിഴികളെ നീ എന്തിനന്നു കരയിച്ചു? വിശ്വാസമില്ലാത്ത കാരണം പല ചോദ്യമന്നെന്നിൽ ചോദിച്ചു. ദിനവും കാണുന്ന കനവിലും നീ എന്റേതാണെന്നുറപ്പിച്ചു. പതിയെ എന്നിൽ നിന്നകലുവാൻ പല കാരണം നീയും ചിന്തിച്ചു. കുടിലിനപ്പുറത്തെന്റെ പെണ്ണിനെ സ്നേഹത്തോടെ ഞാൻ നോക്കും. മുടവൻ തേരി എന്നെന്റെ നാട്ടിലെ കഥനമാരറിയും. എടാ, നിന്റെ പെങ്ങളോട് എന്റെ ഇക്കാക്ക് എന്തെങ്കിലും മുഹബത്ത് ഫീൽ ചെയ്യാനായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഏയ്, തോന്നിയിട്ടുണ്ടോ? പക്ഷെ അവൾക്കൊരു നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അത് പെടുത്തുന്നു. സിയാദ്, എനിക്കൊരു ആലോചന ബ്രോക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനതിന് സമ്മതിക്കട്ടെ? നജില, എനിക്കൊരു നല്ല ജോലി കിട്ടും വരെങ്കിലും നിനക്കൊന്ന് കാത്തിരുന്നൂടെ? അത് ഈ ജീവിതകാലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കല്യാണത്തിന് ഞാൻ സമ്മതം കൊടുക്കും. കവിളിലൊഴുകുന്ന നീരതും ഒരു ശാപമായിന്നു വീണു. കഥയിലുണരുന്ന ഓർമ്മയും ഒരു കോപമായിന്നു കണ്ടു. കയ്യിലന്നിട്ട സത്യവും കളിയായി നീ കൈയൊഴിഞ്ഞു. കല്യാണമെന്നൊരാ വാക്കില അവസാനമെന്നിലായി വിട ചൊന്നു. കടലിനപ്പുറം സ്നേഹം നിന്നിലായി തന്നിട്ടെന്തു കാര്യം? എന്റെ കൂടെയായി പടിയിറങ്ങുവാൻ നിന്നിലില്ല ധൈര്യം. ഞാൻ വന്ന കാര്യം എന്താണെന്നറിയോ? ആ കാര്യം നടക്കൂല. അവർക്ക് എന്തോ ഒരു താല്പര്യക്കുറവുണ്ട്. എന്ത് വർത്താനങ്ങൾ പറയണേ? എന്ത് കാര്യമല്ല, അവര് പറഞ്ഞ കാര്യങ്ങളോടൊന്ന് പറയാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അവർക്ക് ഇതിനേക്കാളും വലിയൊരു കാര്യം വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ട്. ബാപ്പാനോടൊന്നും ചോദിക്കാതെ നിങ്ങൾ എന്താ ആയിക്കോളി. നിങ്ങൾക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി സംസാരിച്ചിട്ട് എന്നാണ്ട് ക്ലിയർ ആയിക്കോളി. ഞാൻ പോവാണ്. പിരിഞ്ഞതാ, വീണ്ടും എന്തിന് തുനിഞ്ഞതാ. സിയാദ്, എനിക്ക് സമ്മതമാണ് നിന്നെ വിവാഹം കഴിക്കാൻ. പക്ഷേ എനിക്ക് സമ്മതമല്ല. എൻ്റെ ഉപ്പയമ്മയും കണ്ടെത്തിയ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കും. ജോലിയും പണിയൊന്നും നോക്കാത്ത ഒരു മുഞ്ചത്തി കുട്ടിയെ അവരെനിക്ക് വേണ്ടി കണ്ടെത്തി.
അടുത്ത മാസം എൻ്റെ വിവാഹമാണ്. അപ്പോ എന്റെ സ്നേഹത്തിനൊരു വിലയില്ലേ? ഞാൻ നിനക്ക് ആരുമല്ലേ? നിന്റെ സ്നേഹം പൊയ്ക്കൊന്റെ മുന്നിൽ നിന്ന് കപട സ്നേഹത്തിന്റെ കഥ പറയിപ്പിക്കാതെ പൊയ്ക്കോ. ജോലിയൊക്കെ പിന്നീടും കിട്ടുമല്ലോ. പ്രണയം ചെയ്തു, രണ്ടും രണ്ടല്ലേ? ആ കൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. നിജല, എനിക്കൊരു നല്ല ജോലി കിട്ടും വരെങ്കിലും നിനക്കൊന്ന് കാത്തിരുന്നൂടെ? അതേ ജീവിതകാലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കല്യാണത്തിന് ഞാൻ സമ്മതം കൊടുക്കും.